നമസ്കാരം. കായംകുളം കൊച്ചുണ്ണി എന്ന കഥയുടെ 3-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് വർഷം തോറും മുറജപത്തിനായി അനേകം നമ്പൂതിരിമാർ തൃശൂർ, കോഴിക്കോട്, മലബാർ പ്രദേശങ്ങളിൽ നിന്ന് മഹാരാജാവിന്റെ ക്ഷണപ്രകാരം എത്തിച്ചേരുന്ന പതിവുണ്ടായിരുന്നു. ദിവസവും നല്ല സദ്യ, മഹാരാജാവിന്റെ പ്രീതി, തക്കതായ പ്രതിഫലം എന്നിവ ലഭിച്ചിരുന്നതിനാൽ നമ്പൂതിരിമാർ മുറജപകാലത്തിനായി കാത്തിരിക്കുമായിരുന്നു. ഒരിക്കലൊരു മുറജപകാലത്ത് കൊച്ചുണ്ണിയുമായി സൗഹൃദം സ്ഥാപിച്ച വാദ്യാൻ നമ്പൂതിരി പതിവ് പോലെ തിരുവനന്തപുരത്ത് വന്നു ചേർന്നു. ഒരു ദിവസം മറ്റു നമ്പൂതിരിമാരുമായി നർമ്മ സംഭാഷണത്തിലേർപ്പെട്ടിരിക്കെ സന്ദർഭവശാൽ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് സംസാരിക്കാനിടയായി. കൊച്ചുണ്ണിയുടെ പിടിയിൽപ്പെട്ടുപോയ ചില നമ്പൂതിരിമാരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവർക്കെല്ലാം ധനനഷ്ടവും സംഭവിച്ചിരുന്നു. ചിലർ കൊച്ചുണ്ണിയെ മഹാ അക്രമിയും ദുഷ്ടനുമായി ചിത്രീകരിച്ചപ്പോൾ വാദ്യാൻ നമ്പൂതിരി അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായമേ അല്ല എനിക്കുള്ളത്. അടുത്തിടെ ഒരു രാത്രിയിൽ കായംകുളം കായലിൽ വെച്ച് എന്നെയും കൊച്ചുണ്ണി പിടികൂടിയതാണ്. എന്നാൽ തന്ത്രപരമായ എന്റെ നീക്കം കൊച്ചുണ്ണിയെ ഒരു സുഹൃത്തായി മാറ്റാൻ എനിക്ക് സാധിച്ചു. പിടിച്ചുപറിക്കാരനും മോഷ്ടാവുമായ മുഹമ്മദിയൻ സുഹൃത്തായെന്നോ? നല്ല കഥ, ഒരു നമ്പൂതിരി പരിഹാസത്തോടെ ചോദിച്ചു. കൊച്ചുണ്ണിയെ അടുത്തറിയുന്നവരാരും അയാളെ കൊള്ളരുതാത്തവനും പിടിച്ചുപറിക്കാരനുമായി ചിത്രീകരിക്കില്ല. കാഴ്ചയിലും പ്രവൃത്തിയിലും കൊച്ചുണ്ണിയെ പോലെ യോഗ്യനായ മറ്റൊരുവൻ ഇല്ലെന്ന് തന്നെ പറയാം. മുഹമ്മദിയനാണെങ്കിലും നന്നായി പെരുമാറാൻ അറിയുന്നവനാണ് അയാൾ. കാഴ്ചയ്ക്ക് സുമുഖനും ആരോഗ്യ ദൃഢഗാത്രനുമാണ്. അയാൾ നല്ലൊരു അഭ്യാസിയും മര്യാദക്കാരനുമാണ്. ബലത്താലോ അഭ്യാസത്താലോ അയാളെ ആർക്കും കീഴ്പ്പെടുത്താനും കഴിയില്ല. കേട്ടുകൊണ്ടിരുന്ന ചില നമ്പൂതിരിമാർക്ക് അത്ഭുതവും, ചിലർക്ക് പരിഭ്രമവും, മറ്റു ചിലർക്ക് പുച്ഛവുമാണ് തോന്നിയത്. കൊച്ചുണ്ണിയുടെ മുമ്പിൽ ചെന്ന് പെടാൻ ഇടവരരുത് എന്ന് ചിലർ പ്രാർത്ഥിച്ചപ്പോൾ കോഴിക്കോട്ടുകാരനായ ഒരു മൂസാമ്പൂരിക്ക് കൊച്ചുണ്ണിയെ ഒന്ന് കാണണമെന്ന ആഗ്രഹമാണുണ്ടായത്. അദ്ദേഹം വയോവൃദ്ധനും മെലിഞ്ഞ ശരീരത്തോടു കൂടിയവനുമായിരുന്നു. കാഴ്ചയ്ക്ക് തികച്ചും ശക്തിഹീനൻ. മുറജപം തീർന്ന് നമ്പൂതിരിമാർ മടക്കയാത്ര ആരംഭിച്ചു. മൂസാമ്പൂരി തനിച്ച് ഒരു വഞ്ചിയിൽ കയറി കൊല്ലം വഴി കരുനാഗപ്പള്ളിയിലെത്തി. പടനായർ കുളങ്ങര എന്ന സ്ഥലത്ത് മൂസാമ്പൂരി വന്നിറങ്ങി. അപ്പോൾ സമയം സന്ധ്യയോടടുത്തിരുന്നു. അവിടെ ഒരു കുളത്തിൽ നന്നായിന്ന് മുങ്ങിക്കുളിച്ചു. സന്ധ്യാവന്ദനാദികൾ നടത്തി അടുത്തുള്ള ഒരു ഇല്ലത്തിൽ നിന്ന് കുശാലായി അത്താഴവും കഴിച്ചു. നേരം നന്നെ ഇരുട്ടി തുടങ്ങിയപ്പോൾ മൂസാമ്പൂരി കരയിലൂടെ വടക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. കാൽനട യാത്രയ്ക്കൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ നടന്ന് വവ്വാക്കാവ് എന്ന സ്ഥലത്തെത്തിച്ചേർന്നു. അപ്പോൾ രാത്രി 11 മണിയോടടുത്തിരിക്കുന്നു. ആളനക്കമൊക്കെയുള്ള സ്ഥലമായിരുന്നു വവ്വാക്കാവ്. വൃദ്ധനായ ഒരു നമ്പൂതിരി തനിയെ വടക്കോട്ട് നടന്നു പോകുന്നത് കച്ചവടക്കാരായി ചിലർ കണ്ടു. അവർ മൂസാമ്പൂരിയെ തടഞ്ഞു നിർത്തി ഇപ്രകാരം പറഞ്ഞു: ഈ സമയത്ത് അങ്ങ് എവിടേക്കാണ് പോകുന്നത്? എനിക്ക് കുറച്ച് വടക്കുള്ള ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അത്യാവശ്യമായതുകൊണ്ടാണ് തനിച്ചു പുറപ്പെട്ടത്. കച്ചവടക്കാരിൽ ഒരാളായ രാമൻ നായർ നമ്പൂതിരിയെ വിലക്കി. എത്ര അത്യാവശ്യമായാലും രാത്രിയിൽ തനിയെ സഞ്ചരിക്കരുത്. ഇത് അപകടം പിടിച്ച സ്ഥലമാണ്. കായംകുളം കൊച്ചുണ്ണിയുടെ വിഹാര കേന്ദ്രമാണ്. മനുഷ്യത്വമില്ലാത്ത കുറെ അനുചരന്മാരും കൂടെയുണ്ട്. അവർ അങ്ങേ പിടിച്ചു നിർത്തി ഉള്ളതെല്ലാം അപഹരിക്കും. ചിലപ്പോൾ ബ്രാഹ്മണനാണെന്നും നോക്കാതെ ജീവൻ എടുത്തൊന്നും വരും. ബ്രഹ്മഹത്യ പാപമാണെന്നൊന്നും അവർക്കൊരു പ്രശ്നമേയല്ല. അതിനാൽ ഈ രാത്രി ഇവിടെങ്ങാനും തങ്ങിയിട്ട് നേരം പുലർന്ന ശേഷം യാത്ര തുടരുന്നതാണ് ഉത്തമം. കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്യാവശ്യമായി പോയേ മതിയാവൂ. കൊച്ചുണ്ണിയെയല്ല, നായ്ക്കളെയാണ് എനിക്ക് ഭയം. ഒരു വടി കിട്ടിയിരുന്നെങ്കിൽ പട്ടികളെ ഓടിക്കാമായിരുന്നു. ഈ പാതിരാത്രി വടിക്കായി ഞങ്ങൾ എവിടെ പോകാനാണ്? എത്ര അത്യാവശ്യമായാലും ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോകുന്നതാണ് നല്ലത്. പിന്നെല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. രാമൻ നായരുടെ കയ്യിൽ ഒരു വെള്ളിക്കോൽ ഇരിപ്പുണ്ടായിരുന്നു. മൂസാമ്പൂരി അയാളോട് പറഞ്ഞു: ഹേ മിത്രമേ, താങ്കളുടെ കയ്യിലിരിക്കുന്ന വെള്ളിക്കോൽ തന്നു സഹായിക്കണം. ഞാനത് തിരിച്ചു നൽകാമെന്ന് ഉറപ്പു തരുന്നു. കൊച്ചുണ്ണി കൂട്ടരുമുള്ള സ്ഥലത്തേക്ക് പോകാൻ ഈ ഒരു വെള്ളിക്കോലെങ്കിലും കയ്യിൽ വേണം. മറുത്തൊന്നും പറയരുത്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പ്രായത്തെ മാനിച്ചയാൾ വെള്ളിക്കോൽ മൂസാമ്പൂരിക്ക് നൽകി. സന്തുഷ്ടനായ വൃദ്ധ ബ്രാഹ്മണൻ അതും കയ്യിൽ പിടിച്ച് നേരെ വടക്കോട്ട് നടന്നു. ഒറ്റയ്ക്കാണെന്നും പാതിരാത്രിയാണെന്നുമുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഏതാണ്ട് ഒരു മണിക്കൂറോളം നടന്ന് കായംകുളത്തിനടുത്തുള്ള ഒരു സ്ഥലത്തെത്തി. തികച്ചും വിജനമായ സ്ഥലമായിരുന്നു അത്.
നല്ല നിലാവുണ്ടായിരുന്നതിനാൽ മൂസാമ്പൂരിക്ക് പരിസരം നന്നായി കാണാമായിരുന്നു. അല്പദൂരം ചെന്നപ്പോൾ നല്ല ഉയരവും വണ്ണമുള്ള 4-5 പേർ വഴിയിൽ ഒരിടത്തിരിക്കുന്നത് കണ്ടു. അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ മൂസാമ്പൂരി അവരുടെ അടുത്തുകൂടി നേരെ വടക്കോട്ട് നടന്നു. മമ്മദ്, കടുവാച്ചേരി വാവ, കുഞ്ഞുമരക്കാര് തുടങ്ങിയവരായിരുന്നു അവിടെ ഇരിപ്പുറപ്പിച്ചിരുന്നത്. ഒരു വൃദ്ധ ബ്രാഹ്മണൻ തങ്ങളെ കണ്ടിട്ടും ഒരു കൂസലുമില്ലാതെ നടന്നു പോകുന്നത് മമ്മദിനെ വല്ലാതെ ചൊടിപ്പിച്ചു. അയാൾ ഉറക്കെ പറഞ്ഞു, ഹേയ്, ആരാണ് പോകുന്നത്? ഇവിടെ വരൂ, ഞങ്ങളൊന്ന് കാണട്ടെ, ചിലത് ചോദിക്കാനുമുണ്ട്. ആ മുട്ടാളന്റെ ഭീഷണി സ്വരത്തിലുള്ള കൽപ്പന കേട്ടിട്ടും കുലുക്കമില്ലാതെ മൂസാമ്പൂരി അടുത്ത് കണ്ട ഒരു കല്ലിന്മേലിരുന്ന് മുറുക്കാൻ ചെല്ലം തുറന്ന് വെറ്റില കയ്യിലെടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ആരാത്? അങ്ങോട്ട് വരാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? എനിക്കതിൻ്റെ ആവശ്യവുമില്ല. എന്നെ കാണണമെന്നാഗ്രഹമുള്ളവർ എൻ്റെ അടുത്തേക്ക് വരണം. എന്നെ കണ്ടിട്ട് എന്താണ് ആവശ്യം? മൂസാമ്പൂരിയുടെ മറുപടിയും നിഷേധഭാവവും മമ്മദിനെ വല്ലാതെ ചൊടിപ്പിച്ചു. അയാൾ കോപത്തോടെ പറഞ്ഞു, കൊള്ളാമല്ലോ, കേമനാണല്ലോ ഇയാൾ. ഇത്ര ധിക്കാരത്തോടെ സംസാരിക്കുന്ന ഈ നമ്പൂതിരിയെ വിട്ടയക്കരുത്. അസമയത്ത് യാതൊരു കൂസലുമില്ലാതെ ഇതുവഴി നമ്മളെ അവഗണിച്ച് സഞ്ചരിച്ചു കളയാമെന്ന് കരുതുന്നത് ഇയാളുടെ അഹങ്കാരത്തിന് തെളിവല്ലേ? വിടരുത് ഇയാളെ. ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഇയാളെ വിടാവൂ. അപ്പോഴും മൂസാമ്പൂരിക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല. കൂസലില്ലാത്ത ഭാവത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, പാഠം പഠിപ്പിക്കാനൊന്നും നിങ്ങളായിട്ടില്ല. ഇത് ധർമ്മരാജ്യമാണ്. ജനങ്ങൾക്ക് രാത്രിയും പകലും സ്വാതന്ത്ര്യത്തോടെ നടക്കാനുള്ള അവകാശവുമുണ്ട്. രാത്രിയിൽ പിന്നിൽ നിന്ന് വല്ല തെമ്മാടിയും വിളിച്ചാൽ ചെന്നുകൊള്ളണമെന്ന് മഹാരാജാവിന്റെ കൽപ്പനയൊന്നുമില്ലല്ലോ. എന്നെ ആരും പിടിച്ചു കെട്ടിയിടുമെന്ന് പേടിയും എനിക്കില്ല. എന്റെ ഭാണ്ഡത്തിലുള്ള പണം തട്ടിയെടുത്ത് കളയാമെന്ന് ഒരുത്തനും മോഹിക്കുകയും വേണ്ട. ഉത്തമ ബ്രാഹ്മണനായ ഞാൻ ഈശ്വര വിശ്വാസിയാണ്. എന്നെ രക്ഷിക്കാൻ എന്റെ ഈശ്വരനുണ്ട്. മൂസാമ്പൂരി അവരെ അവഗണിക്കുന്ന മട്ടിൽ പറഞ്ഞിട്ട് വെറ്റിലയിൽ ചുണ്ണാമ്പ് പുരട്ടുന്നതായ ഭാവത്തിൽ കുനിഞ്ഞിരുന്നു. എങ്കിലും അവരുടെ ചലനങ്ങളിലായിരുന്നു ശ്രദ്ധ മുഴുവനും. നമ്പൂതിരിയുടെ ധിക്കാരത്തോടെയും തങ്ങളെ നിസാരന്മാരാക്കിയുമുള്ള സംസാരത്തിൽ അവരാകെ ഇളിഭ്യരായി. മാത്രമല്ല അവരെ കോപാകുലരാക്കുകയും ചെയ്തു. ബ്രാഹ്മണന് തക്ക ശിക്ഷ നൽകണമെന്നും കയ്യിലുള്ളതെല്ലാം പിടിച്ചെടുക്കണമെന്നും നിശ്ചയിച്ചുകൊണ്ട് അവർ കുറുവടി, കഠാര തുടങ്ങിയ ആയുധങ്ങളുമായി മൂസാമ്പൂരിയുടെ അടുത്തേക്ക് ചെന്നു. മുട്ടാളന്മാർ അടുത്തേക്ക് വരുന്നത് കണ്ട് മൂസാമ്പൂരി വെള്ളിക്കോലുമായി എഴുന്നേറ്റ് തടിമിടുക്ക് കാട്ടിക്കൊണ്ട് 4 പേരും മുന്നിൽ വന്ന് ഞെളിഞ്ഞു നിന്നപ്പോൾ മൂസാമ്പൂരി വെള്ളിക്കോലുകൊണ്ട് 4 പേരുടെയും മർമ്മസ്ഥാനത്തിൽ ഓരോ കൊട്ടുകൊടുത്തു. മിന്നൽ വേഗത്തിലാണ് അപ്രകാരം ചെയ്തത്. കൊട്ടുകൊണ്ട നിമിഷം 4 പേരും വെട്ടിയിട്ട ചക്ക പോലെ നിലത്ത് വീണു. അത് ഗൗനിക്കാത്ത മട്ടിൽ കല്ലിന്മേലിരുന്ന് മൂസാമ്പൂരി നന്നായൊന്ന് മുറുക്കി. എന്നിട്ട് വീണ് കിടക്കുന്നവരെ ഒന്ന് നോക്കിയിട്ട് വെള്ളിക്കോലുമായി വീണ്ടും വടക്കോട്ട് നടക്കാൻ തുടങ്ങി. കുറെ ദൂരം ചെന്നപ്പോൾ വഴിയിൽ ഒരാൾ നിൽക്കുന്നത് മൂസാമ്പൂരി കണ്ടു. ആജാനുബാഹുവും സുന്ദരനുമായ അയാളായിരിക്കും കായംകുളം കൊച്ചുണ്ണി എന്ന് ഊഹിച്ച നമ്പൂതിരി യാതൊരു കുലുക്കവുമില്ലാതെ അയാളെ അവഗണിക്കും മട്ടിൽ മറികടന്ന് മുന്നോട്ട് നീങ്ങി. അയാളുടെ ഭാവം എന്തെന്നറിയട്ടെ എന്നാണ് മൂസാമ്പൂരി കരുതിയത്. നടക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ മുഴുവൻ പിന്നോട്ടായിരുന്നു. വൃദ്ധബ്രാഹ്മണന്റെ പോക്ക് കൊച്ചുണ്ണിയെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല എളിഭ്യനാക്കുക കൂടി ചെയ്തു. കായംകുളം കൊച്ചുണ്ണിയുടെ മുമ്പിലും ഇത്ര കൂസലില്ലായ്മ കാട്ടുന്ന ഇദ്ദേഹം ആരായിരിക്കും? അങ്ങനെ വിട്ടയച്ചാൽ അത് തനിക്ക് അപമാനമായി തീരുമല്ലോ. ഇത്തരം ചിന്തകളോടെ കൊച്ചുണ്ണി അല്പം ഉറക്കെ വിളിച്ചു ചോദിച്ചു, ആരാണ് പോകുന്നത്? അവിടെ നിൽക്കണം. എന്താ ഇത്രമാത്രം തത്രപ്പാട്? എവിടെ പോവുകയാണ്? ഇവിടെ നിൽക്കാൻ മനസ്സില്ലെങ്കിലോ നിങ്ങൾ എന്തു ചെയ്യും? മൂസാമ്പൂരിയുടെ കൂസലില്ലാത്ത ചോദ്യം. എങ്കിൽ ഞാൻ പിടിച്ചു നിർത്തും. കാണണോ? കൊച്ചുണ്ണിയുടെ ശബ്ദത്തിന് ഗാംഭീര്യം വർദ്ധിച്ചു. പിടിച്ചു നിർത്തുമോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. മൂസാമ്പൂരി വീണ്ടും നടക്കാൻ തുടങ്ങി. വൃദ്ധബ്രാഹ്മണനെ ഉപദ്രവിക്കണമെന്നോ കയ്യിലുള്ളത് പിടിച്ചു പറിക്കണമെന്നോ കൊച്ചുണ്ണി ആഗ്രഹിച്ചിരുന്നില്ല. തന്നെ കണ്ടിട്ടും കൂസലില്ലാതെ മറികടന്നു പോയത് കൊച്ചുണ്ണിക്ക് ക്ഷീണമായി. സകലരും ഭയക്കുന്ന തന്നെ ഒരു വൃദ്ധബ്രാഹ്മണൻ നിസ്സാരനാക്കി കളയരുതെന്ന് കരുതിയാണ് അവിടെ നിൽക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ധിക്കാരത്തിലുള്ള മറുപടിയും വെല്ലുവിളിയും. ആർക്കാണ് കോപം ജനിക്കാത്തത്? ഇയാളെ ഒരു പാഠം പഠിപ്പിക്കാതെ വിടുന്നത് ശരിയല്ലെന്ന് കൊച്ചുണ്ണി കരുതിയത് സ്വാഭാവികം. കൊച്ചുണ്ണി മുന്നോട്ട് ഓടിച്ചെന്ന് മൂസാമ്പൂരിയുടെ ഭാണ്ഡത്തിൽ കടന്നു പിടിച്ചു. തൽക്ഷണം മൂസാമ്പൂരി പിന്നിലേക്ക് തിരിഞ്ഞ് വെള്ളിക്കോലുകൊണ്ട് കൊച്ചുണ്ണിയെ ഒന്നടിച്ചു. പ്രത്യാക്രമണം പ്രതീക്ഷിച്ചില്ലെങ്കിലും അഭ്യാസിയായ കൊച്ചുണ്ണി അടി ദേഹത്ത് കൊള്ളാതെ പെട്ടെന്ന് വെള്ളിക്കോലിൽ കടന്നു പിടിച്ചു. മൂസാമ്പൂരി വെള്ളിക്കോലിലെ പിടിവിടാതെ നിന്ന നിൽപ്പിൽ വലത്തോട്ട് തിരിഞ്ഞു. അതോടെ കൊച്ചുണ്ണി വെള്ളിക്കോലിൽ പിടിച്ച പിടി കൂടുതൽ മുറുക്കി. മാത്രമല്ല കൈ പിരിയും പോലെ കൊച്ചുണ്ണിക്ക് നല്ല വേദനയും അനുഭവപ്പെട്ടു.
അയാൾക്ക് ആ പിടി വിടാൻ കഴിയാതാവുകയും ചെയ്തു. ഇതൊന്നും അറിയാത്ത മട്ടിൽ വെള്ളിക്കോലിന്റെ അഗ്രത്തിൽ പിടിച്ചുകൊണ്ട് മൂസാമ്പൂരി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കോലിലെ പിടിവിടാനാകാതെ കൊച്ചുണ്ണിയും പിന്നാലെ നടക്കേണ്ടി വന്നു. വേദന സഹിച്ചുകൊണ്ട് കുറച്ചു ദൂരം കൊച്ചുണ്ണി നടന്നു. അപ്പോഴേക്കും ഞരമ്പുകളെല്ലാം വലിഞ്ഞു പിടയുകയും വേദന വർദ്ധിക്കുകയും ചെയ്തു. സന്ധി സംബന്ധങ്ങൾ അറ്റുപോകും പോലെ വേദന ദുസ്സഹമായപ്പോൾ കൊച്ചുണ്ണിയുടെ സർവാംഗവും വിയർത്തുകുളിച്ചു. ശരീരം വിറയ്ക്കുകയും തളർച്ച ബാധിക്കുകയും ചെയ്തു. അവശനും ദുഃഖിതനുമായ കൊച്ചുണ്ണി വീണുപോകുന്ന അവസ്ഥയിലായി. അഭ്യാസിയായിട്ടും പഠിച്ച പണികളെല്ലാം പയറ്റിയിട്ടും വെള്ളിക്കോലിലെ പിടി വിടുവിക്കാൻ കൊച്ചുണ്ണിക്ക് സാധിച്ചില്ല. വെള്ളിക്കോലിൽ പിടിച്ച കൈയിലെ വിരലുകൾ മരവിച്ചതുപോലെയായി. കൈ സ്തംഭിച്ചു പോകുമെന്നുറപ്പായപ്പോൾ ഗത്യന്തരമില്ലാതെ കൊച്ചുണ്ണി ദീനമായി യാചിച്ചു. പൊന്നു തിരുമേനി, എന്നോട് ദയ കാട്ടണേ. എന്റെ അപരാധം പുറത്ത് വിട്ടയക്കണേ. വേദന സഹിക്കാനാവുന്നില്ലേ? അങ്ങൊന്നു നിൽക്കണേ. മൂസാമ്പൂരി ഉടനെ അവിടെ നിന്നു. ആരാണ് നീ? നീ എന്തിനാണ് എന്റെ പിന്നാലെ നടക്കുന്നത്? നിന്നെ ഞാൻ തൊട്ടിട്ട് പോലുമില്ലല്ലോ. ബലവാനായി നിനക്ക് തനിയെ പോകരുതോ? ഞാനൊരു മുഹമ്മദീയനാണ് തിരുമേനി. കായംകുളത്തുകാരനാണ്. എല്ലാവരും എന്നെ കായംകുളം കൊച്ചുണ്ണി എന്ന് വിളിക്കും. ആളറിയാതെ ഞാൻ അങ്ങയുടെ ഭാണ്ഡത്തിലും വെള്ളിക്കോലിലും കടന്നു പിടിച്ചു പോയതാണ്. എന്റെ അവിവേകം സദയം ക്ഷമിക്കണം. ഈ ദുർഘടാവസ്ഥയിൽ നിന്ന് എന്നെ വിട്ടയക്കണേ. ഓഹോ, നീയാണോ സകലരെയും വിറപ്പിക്കുന്ന കായംകുളം കൊച്ചുണ്ണി? നീ വലിയ അഭ്യാസിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് എന്നോട് നീ അഭ്യാസമൊന്നും കാണിക്കാത്തതെന്ത്? നിനക്ക് സ്വയം രക്ഷിക്കാൻ അറിയില്ലേ? തിരുമേനി, എന്റെ ജീവൻ ഇപ്പോൾ പോകും. ദയവ് ചെയ്ത് എന്നെ സ്വതന്ത്രനാക്കൂ. വേദന സഹിക്കാനാവുന്നില്ലേ? ശരി, നിന്നെ വിട്ടയക്കണമെങ്കിൽ നീ എനിക്കൊരു സത്യം ചെയ്തു തരണം. സമ്മതമാണോ? തിരുമേനി പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്തു കൊള്ളാം. വേഗം എന്നെ വിട്ടയച്ചാൽ മാത്രം മതി. മേലിൽ നീ മലയാള ബ്രാഹ്മണരെ ഉപദ്രവിക്കില്ലെന്നും അവരുടെ വകയൊന്നും പിടിച്ചു പറിക്കില്ലെന്നും എന്നോട് സത്യം ചെയ്യണം. തിരുമേനി, ഞാനിതാ പടച്ചവനെ കൊണ്ട് സത്യം ചെയ്യുന്നു. ഇനി മേലിൽ ഞാൻ മലയാള ബ്രാഹ്മണരെ ഉപദ്രവിക്കുകയോ അവരുടെ വക അപഹരിക്കുകയോ ചെയ്യുന്നതല്ല. ഇത് സത്യം. കൊച്ചുണ്ണിയുടെ ദീനാവസ്ഥ ബോധ്യപ്പെടുകയാലും ആവശ്യപ്പെട്ട പ്രകാരം അയാൾ സത്യം ചെയ്യുകയാലും മൂസാമ്പൂരിക്ക് അയാളോട് കനിവ് തോന്നി. മൂസാമ്പൂരി വെള്ളിക്കോലിൽ പിടിച്ചുകൊണ്ട് എതിർഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു. ഉടനെ കൊച്ചുണ്ണിയുടെ വെള്ളിക്കോലിലെ പിടിവിട്ടു. കൈയൊന്നു കുടഞ്ഞ കൊച്ചുണ്ണി ആശ്വാസം കൊണ്ടു. ശരീരത്തിന്റെ അസ്വാസ്ഥ്യമെല്ലാം അകന്നു. തിരുമേനി, വളരെ നന്ദിയുണ്ട്. ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു ഏടാകൂടത്തിൽ ഞാൻ ചെന്ന് പെട്ടിട്ടില്ല. അങ്ങയുടെ മഹാവിദ്യ അപാരം തന്നെ. ഞാൻ അങ്ങയെ വണങ്ങുന്നു. ലജ്ജയും വിഷാദവും കലർന്ന ശബ്ദത്തിൽ കൊച്ചുണ്ണി പറഞ്ഞു. ഇനി എന്നെ പോകാൻ അനുവദിക്കണം. നിന്റെ കൂട്ടുകാരായ 4 പേർ അല്പം മുമ്പ് എന്നെ ഉപദ്രവിക്കാൻ നോക്കി. അവർക്കോരോ കൊട്ടുകൊടുത്ത് ഞാൻ വഴിയിലിട്ടിട്ടുണ്ട്. നേരത്തോട് നേരം കഴിയും മുൻപ് മറുകൊട്ട് കൊട്ടി അവരെ എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ അവരുടെ കഥ കഴിയും. അയ്യോ തിരുമേനി, അവരെന്റെ കൂട്ടുകാരാണ്. അവരുടെ അപരാധത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ദയവുണ്ടായി അവർക്ക് അപകടം സംഭവിക്കാതെ രക്ഷിച്ചാലും. അവർക്ക് ആപത്തുണ്ടായാൽ എനിക്കത് സഹിക്കാനാവില്ല. കൊച്ചുണ്ണി ദീനമായി അപേക്ഷിച്ചു. അവരെ മറുകൊട്ടുകൊട്ടി എണീപ്പിക്കാനായി ഇനി എനിക്ക് തിരിച്ചു നടക്കാനാവില്ല. അതുകൊണ്ട് നീ ചെന്ന് മറുവശം കൊട്ടി അവരെ എഴുന്നേൽപ്പിച്ചു വിടണം. ആ വിദ്യ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെ ചെയ്യാൻ തിരുമേനി. കൊച്ചുണ്ണി സസന്തോഷം ആ വിദ്യ പഠിക്കാൻ ഉത്സാഹിച്ചു. മറ്റൊരു സഹായവും നീ എനിക്ക് ചെയ്തു തരണം. ഈ വെള്ളിക്കോല് പുത്തൻ തെരുവിലെ രാമൻ നായർ എന്ന കച്ചവടക്കാരനിൽ നിന്നും വാങ്ങിയതാണ്. ഇത് അയാളെ തിരികെ ഏൽപ്പിക്കണം. അതും കൊച്ചുണ്ണി സമ്മതിച്ചു. വെള്ളിക്കോൽ അയാൾ കയ്യിൽ വാങ്ങുകയും ചെയ്തു. മൂസാമ്പൂരി മറുകൊട്ട് കൊട്ടേണ്ടത് എങ്ങനെയെന്ന് കൊച്ചുണ്ണിക്ക് പറഞ്ഞുകൊടുത്തു. അയാളത് നന്നായി പഠിച്ചു എന്നുറപ്പായപ്പോൾ മൂസാമ്പൂരി വടക്കോട്ടുള്ള തന്റെ യാത്ര തുടർന്നു. ജീവിതത്തിൽ ആദ്യമായി ഒരു വൃദ്ധ നമ്പൂതിരിയോട് തോൽക്കേണ്ടി വന്നെങ്കിലും മറുപുറം കൊട്ടുക എന്ന വിദ്യ അഭ്യസിക്കാൻ കഴിഞ്ഞതിൽ കൊച്ചുണ്ണിക്ക് അനൽപമായ സന്തോഷമുണ്ടായി. കൂട്ടുകാരുടെ ദയനീയ സ്ഥിതിയോർത്ത് ആശങ്കപ്പെട്ട കൊച്ചുണ്ണി വേഗം അവരുടെ അടുത്തേക്ക് പാഞ്ഞു. കുറച്ചു ദൂരം ചെന്നപ്പോൾ വഴിയിൽ മൃതപ്രായത്തിൽ കിടക്കുന്ന കൂട്ടുകാരെ കണ്ടെത്തി. കൊച്ചുണ്ണി സൂക്ഷ്മതയോടെ മൂസാമ്പൂരി കാട്ടിക്കൊടുത്ത വിധം മറുപുറം കൊട്ടി. ബോധഹീനരായി കിടന്ന മമ്മദ്, കടുവാച്ചേരി വാവ, കുഞ്ഞുമരക്കാര്, ബാപ്പുകുഞ്ഞ് എന്നിവർ ഞരക്കത്തോടെ എഴുന്നേറ്റിരുന്നു. വൃദ്ധബ്രാഹ്മണന്റെ മർമ്മപ്രയോഗം കൊച്ചുണ്ണിയും അഭ്യസിച്ചിരുന്നുവെന്നറിഞ്ഞ് കൂട്ടുകാർ സന്തോഷിച്ചു. തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് അവർ കൊച്ചുണ്ണിയോട് ജീവിതാവസാനം വരെ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഉറക്കെ പറയുകയും ചെയ്തു. കൂട്ടുകാർ സുരക്ഷിതരായി എഴുന്നേറ്റത് കണ്ട് കൊച്ചുണ്ണിക്കുണ്ടായ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. മൂസാമ്പൂരിയോട് മനസ്സാ നന്ദി പറഞ്ഞുകൊണ്ട് കൊച്ചുണ്ണി പുത്തൻ തെരുവിലേക്ക് നടന്നു. നേരം പുലർന്നപ്പോൾ അവിടുത്തെ കടകളെല്ലാം തുറന്നു. അപ്പോഴാണ് കൊച്ചുണ്ണി പുത്തൻ തെരുവിലെത്തുന്നത്.
കൊച്ചുണ്ണി നടന്നു വരുന്നത് കണ്ട് കടക്കാരെല്ലാം സംഭ്രമചിത്തരായി ചലനമറ്റു നിന്നു. കൊച്ചുണ്ണി നേരെ രാമൻ നായരുടെ പീടികയിലേക്കാണ് ചെന്നത്. തന്റെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെടാൻ എത്തിയതാണെന്ന ചിന്തയാൽ ജീവനറ്റതുപോലെയാണ് രാമൻ നായർ എഴുന്നേറ്റ് നിന്നത്. രാമൻ നായരെ, ഒരു ബ്രാഹ്മണൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു വെള്ളിക്കോൽ വാങ്ങിക്കൊണ്ടുപോയോ? കൊച്ചുണ്ണി ചോദിച്ചു. ഒവ്, നമ്പൂതിരി നിർബന്ധിച്ചപ്പോൾ കൊടുത്തുപോയതാണ്. ഒരപരാധം ചെയ്ത ഭാവത്തിലാണ് രാമൻ നായർ മറുപടി പറഞ്ഞത്. ഇതാ നിങ്ങളുടെ വെള്ളിക്കോൽ. മൂസാമ്പൂരി ഇത് നിങ്ങളെ ഏൽപ്പിക്കാനായി എന്റെ കൈവശം തന്നതാണ്. അപ്പോഴാണ് രാമൻ നായർക്ക് ശ്വാസം നേരെ വീണത്. വെള്ളിക്കോൽ കൈമാറിയിട്ട് കൊച്ചുണ്ണി ഉടനെ അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്തു. ഒരിക്കൽ ഉപകാരം ചെയ്തവരെ കൊച്ചുണ്ണി വിസ്മരിക്കില്ലെന്നതിന് അനേകം ഉദാഹരണങ്ങളുണ്ട്. സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചും സഹായിക്കാൻ കൊച്ചുണ്ണി മനസ്സുവച്ചിരുന്നു. ഒരിക്കൽ പണത്തിന് അത്യാവശ്യം നേരിട്ട കൊച്ചുണ്ണി പതിവ് ജോലിക്കായി പുറത്തിറങ്ങി. സന്ധ്യ മയങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വഴിപോക്കർ ആരെങ്കിലും ആ വഴി കടന്നുവരുമെന്ന പ്രതീക്ഷയോടെയാണ് കൊച്ചുണ്ണി കാത്തുനിന്നത്. പരദേശത്ത് നിന്ന് ചെറുപ്പക്കാരനായ ഒരു ബ്രാഹ്മണൻ ഓച്ചിറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു. അപ്പോൾ നേരം സന്ധ്യയാകാറായിരുന്നു. കായംകുളം വഴി ഏവൂർക്ക് പോകാനാണ് അയാൾ എത്തിച്ചേർന്നത്. കായംകുളം എന്ന സ്ഥലം കൊച്ചുണ്ണി മുതലായവരുടെ വിഹാര കേന്ദ്രമായതിനാൽ സന്ധ്യ കഴിഞ്ഞാൽ അതുവഴിയുള്ള യാത്ര അപകടകരമാണെന്ന് ആ യുവാവിനറിയാമായിരുന്നു. മധ്യാഹ്നത്തിന് മുമ്പേ കായംകുളം കടക്കണമെന്ന് കരുതിയാണ് പുറപ്പെട്ടതെങ്കിലും ഓച്ചിറ കഴിഞ്ഞപ്പോഴേക്കും നേരം സന്ധ്യയായി തുടങ്ങിയിരുന്നു. ഏവൂരുള്ള മൂത്തണ്ണാവി എന്ന ബ്രാഹ്മണന്റെ അനന്തരവനായിരുന്നു ആ ബ്രാഹ്മണ യുവാവ്. മൂത്തണ്ണാവിയുടെ മഠത്തിൽ അടുത്ത പുലർച്ചെ നടക്കേണ്ട ഒരു വിവാഹാടിയന്തരത്തിൽ പങ്കെടുക്കാനാണ് അയാൾ ധൃതി പിടിച്ചെത്തിയത്. മാത്രമല്ല, വിവാഹത്തിന് വിലയേറിയ സ്വർണ്ണാഭരണങ്ങളുമായാണ് വരവ്. അവയെല്ലാം ഭദ്രമായി ഭാണ്ഡത്തിൽ വെച്ചുകെട്ടി തോളിൽ തൂക്കിക്കൊണ്ടാണ് ആ ബ്രാഹ്മണ യുവാവ് എത്തിയതും. എന്ത് തടസ്സമുണ്ടായാലും ആ രാത്രിയിൽ തന്നെ ഏവൂരെത്തിയ ആഭരണം ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കേണ്ടതുണ്ട്. അതിന് മുടക്കം സംഭവിച്ചാൽ വിവാഹാടിയന്തരം തന്നെ മുടങ്ങിപ്പോകുമെന്ന് അയാൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് സാഹസപ്പെട്ടാണെങ്കിലും രാത്രി തന്നെ ഏവൂർ എത്തിച്ചേരണമെന്ന തീരുമാനത്തോടെ ബ്രാഹ്മണ യുവാവ് കായംകുളത്തെത്തിയത്. കൊച്ചുണ്ണിയോ കൂട്ടരോ കണ്ടാൽ ആഭരണങ്ങളെല്ലാം തട്ടിയെടുക്കുമെന്ന ഭയവും ഉണ്ടായിരുന്നു. ഏവൂരിൽ ധാരാളം പരിചയക്കാർ ആ ബ്രാഹ്മണ യുവാവിനുണ്ടായിരുന്നു. അവരിൽ ആരെയെങ്കിലും വഴിമധ്യേ കണ്ടുമുട്ടിയാൽ കൂട്ടാവുമല്ലോ എന്നും അയാൾ കരുതി. കായംകുളത്തെത്തിയ ബ്രാഹ്മണ യുവാവിന് പരിചയക്കാരാരെയും തന്നെ കണ്ടെത്താനുമായില്ല. സന്ധ്യ കഴിഞ്ഞതോടെ വഴികളിൽ യാത്രക്കാരാരുമില്ലാതായി. തോളിലെ ഭാണ്ഡം കൈകൊണ്ട് ദേഹത്തോട് അമർത്തി പിടിച്ചുകൊണ്ട് അയാൾ പതുക്കെ നടത്തം തുടർന്നു. വഴിയിലെങ്ങും ഒരു മനുഷ്യൻ പോലുമില്ല. ആരെങ്കിലും വരട്ടെ എന്ന് കരുതി കാത്തു നിൽക്കാനും സമയമില്ല. എന്തും വരട്ടെ എന്നുറപ്പിച്ച് പരദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ടയാൾ നേരെ വടക്കോട്ട് നടന്നു. ഇരുട്ട് പരന്നു തുടങ്ങിയിരിക്കുന്നു. ചീവീടുകളുടെയും ചില പക്ഷികളുടെയും മറ്റും ശബ്ദം മുഴങ്ങുന്നുണ്ട്. തണുത്ത കാറ്റും വീശുന്നു. വഴിക്ക് ഇരുവശവുമുള്ള കാട്ടുചെടികൾ കാറ്റിലാടി നിൽക്കുന്നു. ഇരുട്ടും ഏകാന്തതയും ബ്രാഹ്മണ യുവാവിനെ കൂടുതൽ ഭയപ്പെടുത്തി. എങ്കിലും ഈശ്വരവിശ്വാസിയായ അയാൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിളംബം വരുത്തിയില്ല. കുറെ വടക്കെത്തിയപ്പോൾ വഴിയിൽ ഒരാളെ കാണാൻ കഴിഞ്ഞു. ബ്രാഹ്മണ യുവാവിന് ശരിക്കും ആശ്വാസമായി. ഇരുട്ടിന് കട്ടികൂടിയിരുന്നില്ല. അതിനാൽ അയാളുടെ മുഖം ബ്രാഹ്മണ യുവാവിന് കാണാൻ കഴിഞ്ഞു. അയാളെ യാതൊരു പരിചയവുമില്ലാത്തതിനാൽ ഏവൂർക്കാരനല്ലെന്നും തനിക്ക് കൂട്ടായി വരാൻ അയാളെ കിട്ടില്ലെന്നും തോന്നിയതിനാൽ ബ്രാഹ്മണ യുവാവ് ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. അപ്പോൾ വഴിയിൽ കണ്ടയാൾ പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു, സ്വാമി, എവിടേക്കാണ് ഈ രാത്രിയാത്ര? അവിടെ നിൽക്കൂ, ചോദിക്കട്ടെ. അത് കേട്ടയുടൻ ബ്രാഹ്മണ യുവാവ് തിരിഞ്ഞു നിന്നു. വഴിയിൽ കണ്ടയാൾ നടന്നടുത്തു ചെന്നു. ആളെ കണ്ടപ്പോൾ ബ്രാഹ്മണ യുവാവിന് മതിപ്പ് തോന്നി. മുസൽമാനാണെങ്കിലും അയാൾ മാന്യമായി സംസാരിക്കുന്നു. നോട്ടത്തിലും ഭാവത്തിലും പോലും ഒരു പ്രത്യേകത തോന്നി. വളരെ അത്യാവശ്യമായി ഞാൻ ഏവൂർ വരെ പോവുകയാണ്. ഇന്ന് രാത്രി തന്നെ അവിടെ എത്തിയേ മതിയാവൂ. സംസാരിച്ചു നിൽക്കാൻ ഒട്ടും സമയമില്ല. പോകട്ടെ. അങ്ങ് ഈ സമയത്ത് ഇതുവഴി യാത്ര ചെയ്യുന്നത് നന്നല്ല. അപകടം പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഭവനത്തിൽ ചെന്ന് രാത്രി കഴിച്ചുകൂട്ടി പുലർച്ചെ പുറപ്പെടുന്നതാണ് ഉചിതം, ആഗതൻ പറഞ്ഞു. അയ്യോ, അതിനൊന്നും സമയമില്ല. ഇപ്പോൾ തന്നെ അധികം വൈകിയിരിക്കുന്നു. എന്നെ കാത്ത ചിലർ അക്ഷമയോടെ നിൽക്കുന്നുണ്ടാവും. ഇന്ന് തന്നെ ഏവൂരെ മഠത്തിലെത്തിയേ മതിയാവൂ. അങ്ങയുടെ തോളിൽ എന്താണ്? വിലപിടിപ്പുള്ളത് വല്ലതുമാണോ? ഭാണ്ഡത്തിന് നല്ല ഭാരമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഭാണ്ഡത്തിൽ കാര്യമായൊന്നുമില്ല. 2-3 പുതിയ മുണ്ടുകൾ മാത്രമേയുള്ളൂ, യുവാവ് കളവ് പറഞ്ഞു. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഭാരമുള്ള ഭാണ്ഡമായതിനാൽ അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും കാണാതെ വരില്ല. കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? അങ്ങേക്ക് കടന്നു പോകേണ്ട വഴിയിൽ ഇപ്പോൾ കൊച്ചുണ്ണിയും കൂട്ടരും ഉണ്ടാവും.
വഴിയാത്രക്കാരായി ആരെയെങ്കിലും കണ്ടാൽ അവർ കയ്യിലുള്ളത് മുഴുവൻ പിടിച്ചു പറിക്കും. ചിലപ്പോൾ ജീവനും അപകടത്തിലാവും. അതുകൊണ്ടാണ് രാത്രിയിലെ യാത്ര അരുതെന്ന് പറഞ്ഞത്. ആഗതന്റെ വാക്കുകൾ കേട്ടതോടെ ബ്രാഹ്മണ യുവാവിന്റെ ശ്വാസം നിലച്ചതുപോലെയായി. ഒരുവിധം പണിപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, കൊച്ചുണ്ണിയെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. അയാൾ അല്പം മനസാക്ഷിയുള്ളവനാണെന്നും പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ അയാളുടെ കൂട്ടുകാർക്ക് ഒരു മയവുമില്ലെന്നും അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരുമാണെന്നും അറിയാം. എനിക്ക് ഇന്ന് തന്നെ ഏവൂരെത്തണം. കൂട്ടിന് ആരെയും കിട്ടിയില്ല. ആരെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാമായിരുന്നു. ബ്രാഹ്മണ യുവാവിന്റെ ദീനഭാവം കണ്ട് ആഗതൻ ചോദിച്ചു, അങ്ങേക്ക് ഏവൂർ എവിടെയാണ് പോകേണ്ടത്? ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ മഠത്തിലാണ് പോകേണ്ടത്. അവിടെ പുലർച്ചെ ഒരു വിവാഹാടിയന്തരമുണ്ട്. ആ മഠത്തിലെ മൂത്തണ്ണാവിയുടെ ബന്ധുവാണ് സ്വാമി. മൂത്തണ്ണാവിയെ നിങ്ങൾ അറിയുമോ? അതെന്റെ അമ്മാവനാണ്. അദ്ദേഹത്തെ കാണാനാണ് ഞാൻ ഇത്ര തിടുക്കപ്പെട്ടെത്തിയത്. മൂത്തണ്ണാവിയെ എനിക്കറിയാം. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പാവങ്ങളോട് അനുകമ്പയുള്ളവനാണ്. എന്നോടും വാത്സല്യത്തോട് പെരുമാറിയിട്ടുള്ളത് ഞാൻ മറന്നിട്ടില്ല. അദ്ദേഹത്തിന് സൗഖ്യം തന്നെയോ? ആഗതൻ കൗതുകത്തോടെ ചോദിച്ചു. ബ്രാഹ്മണ യുവാവിന് സന്തോഷമായി. മൂത്തണ്ണാവിയെ അറിയുന്ന ഒരാളെ കണ്ടുകിട്ടിയല്ലോ. നിങ്ങളെ കണ്ടുമുട്ടിയത് ഭാഗ്യമായി. മൂത്തണ്ണാവിയോട് താല്പര്യമുള്ള നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അനന്തരവനായ എന്നോടും താല്പര്യവും സ്നേഹവും ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെയൊക്കെ പരിചയമുള്ള നിങ്ങൾ ആരെയെങ്കിലും എനിക്ക് കൂട്ടിനായി പറഞ്ഞയച്ചാൽ വലിയ ഉപകാരമാവും. ഞാൻ അയാൾക്ക് വല്ലതും കൊടുക്കാം. കൂട്ടിനാളെ തരാം. അയാൾക്ക് എന്തു കൊടുക്കും? പ്രതിഫലമായി 4 ചക്രം കൊടുക്കാം. 4 ചക്രമോ? ഈ രാത്രിയിൽ അങ്ങയുടെ പ്രാണരക്ഷയ്ക്കായി കൂട്ടുവരുന്നയാൾക്ക് ഇത്ര തുച്ഛമായ പ്രതിഫലമോ? അതിന് വരാൻ ആരെങ്കിലും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. 5-6 നാഴിക, പ്രത്യേകിച്ച് കായംകുളം കൊച്ചുണ്ണിയുടെയും കൂട്ടരുടെയും ഇടയിലൂടെ കടന്നു പോകേണ്ടതാണെന്ന് ഓർക്കണം. പിന്നെന്തു കൊടുക്കണം? ബ്രാഹ്മണ യുവാവ് ചോദിച്ചു. 5 രൂപ പ്രതിഫലമായി നൽകുമെങ്കിൽ ഞാൻ തന്നെ അങ്ങേക്ക് തുണയായി വരാം, ആഗതൻ പറഞ്ഞു. അത് വളരെ കൂടുതലാണ്. അവർ തമ്മിൽ കുറച്ചുനേരം വിലപേശൽ നടന്നു. അപ്പോഴേക്കും ഇരുട്ടും വർദ്ധിച്ചു. ഒടുവിൽ 3 രൂപ പ്രതിഫലം സമ്മതിച്ച് ആഗതനും യുവാവിനൊപ്പം പുറപ്പെടാനൊരുങ്ങി. ഓരോന്ന് സംസാരിച്ചുകൊണ്ടാണ് ഇരുവരും നാട്ടുവഴികളിലൂടെ മുന്നോട്ട് നടന്നത്. കൂട്ടിനൊരാളുണ്ടായതിനാൽ ബ്രാഹ്മണ യുവാവിന് ഭയമില്ലാതായി. കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ചോർത്ത് ഭയപ്പാടോടെയാണ് ഞാനിവിടെ എത്തിയത്. വഴിയാത്രക്കാരെ തടയാനും കൊള്ളയടിക്കാനും ആ മനുഷ്യന് ഒരു മടിയുമില്ല. എന്തൊരു ദ്രോഹമാണ് അയാൾ ചെയ്യുന്നത്! അയാളുടെ കൂട്ടുകാരാണെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്തവരാണെന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെ പിടിച്ചു പറിക്കുന്നതും ആളുകളെ കൊല്ലുന്നതും മഹാപാപമല്ലേ? സഹയാത്രികൻ അത് ശരിവെച്ചതല്ലാതെ എതിർത്തൊന്നും പറഞ്ഞില്ല. യുവാവിന് യാത്രാമധ്യേ കൊച്ചുണ്ണിയെയോ കൂട്ടരെയോ അഭിമുഖീകരിക്കേണ്ടതായും വന്നില്ല. പാതിരാത്രി കഴിഞ്ഞ സമയത്ത് ഇരുവരും ഏവൂർ ക്ഷേത്രത്തിനടുക്കൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് ബ്രാഹ്മണ യുവാവിന് ശ്വാസം നേരെ വീണത്. അവർ കിഴക്കേ നടയിലുള്ള മൂത്തണ്ണാവിയുടെ മഠത്തിന്റെ പടിക്കലെത്തി. ഈ മഠത്തിലല്ലേ സ്വാമിക്ക് വരേണ്ടിയിരുന്നത്? ഇവിടെ തന്നെയാണ് ചങ്ങാതി എനിക്ക് എത്തിച്ചേരേണ്ടിയിരുന്നത്. നിങ്ങളുടെ ഈ സഹായത്തിന് 100 നന്ദിയുണ്ട്. ബ്രാഹ്മണ യുവാവിന്റെ മുഖം വികസിച്ചു. ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ. എന്റെ ആവശ്യം കഴിഞ്ഞില്ലേ? എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം തന്നേക്കൂ, സഹയാത്രികൻ പുഞ്ചിരിയോടെ ചോദിച്ചു. തരാമല്ലോ, ഈ ഉപകാരം മറക്കില്ല. പണം ഭാണ്ഡത്തിനകത്താണ്. അങ്ങ് അകത്തേക്ക് വരൂ. മഠത്തിന്റെ പൂമുഖത്ത് ചെന്ന് വെളിച്ചത്ത് വെച്ച് ഭാണ്ഡമഴിച്ച് ഞാൻ വാഗ്ദാനം ചെയ്ത് പണം തരാം. വന്നാട്ടെ. ഞാൻ അകത്തേക്ക് വരുന്നില്ല. സ്വാമി ചെന്ന് ഭാണ്ഡമഴിച്ച് രൂപ തന്നാൽ മതി. ഞാൻ ഇവിടെ കാത്തു നിൽക്കാം. എങ്കിൽ ഞാൻ ഇപ്പോൾ വരാം. ബ്രാഹ്മണ യുവാവ് പടി കടന്ന് പൂമുഖത്തേക്ക് നടന്നു. അവിടെ എത്തിയ ഉടൻ അദ്ദേഹം അമ്മാവനെ വിളിച്ചു. വിളി കേട്ടയുടൻ വാതിൽ തുറന്ന് ഒരു വിളക്കുമായി മൂത്തണ്ണാവി പുറത്തേക്ക് വന്നു. അനന്തരവനെ കണ്ട് വലിയ സന്തോഷത്തോടെ പറഞ്ഞു, നിന്നെ കാണാഞ്ഞ് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? സന്ധ്യ കഴിയുന്നതുവരെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. രാത്രിയാവും മുമ്പ് മഠത്തിലെത്തണമെന്ന് നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? നേരം ഇരുട്ടിയിട്ടും നിന്നെ കാണാതായപ്പോൾ നീ കൊച്ചുണ്ണിയുടെ കയ്യിൽ പെട്ടുവെന്ന് തീർച്ചയാക്കിയതാണ്. ഈ രാത്രിയിൽ എവിടെ പോയി അന്വേഷിക്കാനാണ്? അതുകൊണ്ട് നേരം വെളുക്കാനായി കാത്തിരിക്കുകയായിരുന്നു. ഈശ്വരാനുഗ്രഹത്താൽ ആപത്തിൽപ്പെടാതെ നീ വന്നെത്തിയല്ലോ. ആശ്വാസമായി. ഇരുട്ടു മുൻപ് ഇവിടെ എത്തണമെന്ന് കരുതി പുറപ്പെട്ടതാണ്. പക്ഷെ കായംകുളത്തെത്തിയപ്പോഴേക്കും നേരം സന്ധ്യയായി. ഭാഗ്യത്തിന് അവിടെ നിന്നൊരു കൂട്ടുകാരനെ കിട്ടി. അയാൾക്ക് 3 രൂപ പ്രതിഫലം നൽകാമെന്ന് സമ്മതിച്ചാണ് കൂടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് കൊച്ചുണ്ണിയുടെ മുമ്പിൽ അകപ്പെടാതെ സുരക്ഷിതമായി വന്നെത്തി. അയാൾ പടിക്കൽ നിൽപ്പുണ്ട്. 3 അല്ല, എത്ര രൂപ കൊടുത്താലും അത് അധികമാവില്ല. അത്ര വലിയ ഉപകാരമാണ് അയാൾ ചെയ്തത്. പാതിരാത്രി കഴിഞ്ഞില്ലേ? നീ പോയി കുളിച്ച് ഭക്ഷണം കഴിക്കൂ, മൂത്തണ്ണാവി പറഞ്ഞു. അതിനു മുമ്പ് ഭാണ്ഡമഴിച്ച് ഞാൻ അയാൾക്ക് രൂപ കൊടുക്കട്ടെ. അനന്തരവൻ ഭാണ്ഡം നിലത്ത് വെച്ച് അഴിക്കാനൊരുങ്ങി. അയാൾക്ക് കൊടുക്കാനുള്ള 3 രൂപ ഞാൻ കൊടുത്തോളാം. നീ പോയി കുളിക്കാൻ നോക്ക്.
നടന്നു ക്ഷീണിച്ചു വന്നിരിക്കുന്ന നീ കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഇനിയും വൈകിക്കേണ്ട. ഭാണ്ഡം ഞാൻ അകത്ത് കൊണ്ടുപോയി വെച്ചുകൊള്ളാം. മൂത്തണ്ണാവി നിർബന്ധിച്ചപ്പോൾ അനന്തരവൻ അത് സമ്മതിച്ച് അകത്തേക്ക് കയറി. അദ്ദേഹം അനന്തരവന്റെ ഭാണ്ഡമെടുത്ത് അകത്ത് കൊണ്ടുപോയി സുരക്ഷിതമായി വെച്ചിട്ട് 3 രൂപയുമായി പുറത്തേക്ക് വന്നു. അപ്പോഴും കയ്യിൽ കത്തിച്ച് വിളക്കും പിടിച്ചിരുന്നു. പടിക്ക് പുറത്തു തന്നെ സഹയാത്രികനായ മുസൽമാൻ നിൽക്കുന്നുണ്ടായിരുന്നു. മൂത്തണ്ണാവി പതിയെ നടന്ന് പടിക്ക് പുറത്തെത്തി. കൊച്ചുസ്വാമിയുടെ കൂടെ വന്നയാളല്ലേ നിൽക്കുന്നത്? അദ്ദേഹം വിളിച്ചു ചോദിച്ചു. മൂത്തണ്ണാവി അടുത്തെത്തിയുടൻ ആ മുസൽമാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ആരാ എന്ന് ചോദിച്ചുകൊണ്ട് മൂത്തണ്ണാവി വിളക്ക് അയാളുടെ മുഖത്തേക്കടുപ്പിച്ച് സൂക്ഷിച്ചു നോക്കി. കൊച്ചുണ്ണിയോ? നീയാണോ കൊച്ചുസ്വാമിക്ക് കൂട്ടുവന്നത്? അത്ഭുതമായിരിക്കുന്നല്ലോ. മൂത്തണ്ണാവി അത്ഭുതം കൂറി. അതെ, ആ യുവാവ് സ്വാമിയുടെ അനന്തരവനാണെന്നറിഞ്ഞപ്പോൾ ആപത്തൊന്നും കൂടാതെ ഇവിടെ കൊണ്ടെത്തിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി, കൊച്ചുണ്ണി പറഞ്ഞു. വളരെ സന്തോഷമായി കൊച്ചുണ്ണി. നീ ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് 3 രൂപയല്ല 300 രൂപ തന്നാലും അതധികമാവില്ല. കൊച്ചുസ്വാമി നിന്റെ മുമ്പിൽ വന്നു പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. ആ മമ്മദിന്റെയോ വാവയുടെ കയ്യിൽ പെട്ടിരുന്നെങ്കിൽ അവന് ജീവനോടെ കിട്ടുമായിരുന്നു. ഭാഗ്യത്തിന് നിന്നെയാണ് ഈശ്വരൻ അവന്റെ മുമ്പിൽ എത്തിച്ചത്. ഇതാ 3 രൂപ. ഇത് നിനക്ക് തരാൻ കൊച്ചുസ്വാമി തിടുക്കപ്പെടുന്നത് കണ്ട് ഞാൻ കൊണ്ടുവരികയായിരുന്നു. വാങ്ങിച്ചോളൂ. നിനക്കിത് മതിയോ? നീ ചോദിക്കുന്നത് ഞാൻ തരും. മൂത്തണ്ണാവിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞുപോയി. എനിക്കൊന്നും വേണ്ട സ്വാമി. അവിടുത്തെ അനന്തരവനാണെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുവന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണോ? കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവനാണോ? കാര്യം കഴിയുമ്പോൾ കാലുമാറുന്നവനാണോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഞാൻ ഇവിടെ കാത്തുനിന്നത്, അല്ലാതെ പ്രതിഫലം പറ്റാനല്ല, കൊച്ചുണ്ണി വികാരഭരിതനായി പറഞ്ഞു. കൊച്ചുണ്ണി, രൂപ കുറവായതുകൊണ്ടാണോ വാങ്ങിക്കാത്തത്? നീ ചോദിക്കുന്ന രൂപ ഞാൻ തരാം, മൂത്തണ്ണാവി നിർബന്ധിച്ചു. ഇല്ല സ്വാമി, സത്യമാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ അനന്തരവനെ ആപത്തില്ലാത്ത ലക്ഷ്യസ്ഥാനത്തെത്തിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാനത് ചെയ്യാൻ കടപ്പെട്ടവനാണ്. ദ്രവ്യം മോഹിച്ചിട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ആ ഭാണ്ഡം മുഴുവനായി അപഹരിക്കാമായിരുന്നല്ലോ. എന്റെ മനസ്സിൽ സ്വാമിയുടെ രൂപം തെളിഞ്ഞപ്പോൾ തോന്നിയതാണ് കൊച്ചുസ്വാമിയുടെ ജീവൻ രക്ഷിച്ച് ഇവിടെ എത്തിക്കണമെന്ന്. പണ്ട് സ്വാമി എനിക്ക് തന്ന വാർത്ത കഞ്ഞിയുടെ സ്വാദ് ഇപ്പോഴും എന്റെ നാവിലുണ്ട്. അത് മരണം വരെ എന്റെ സ്മരണയിലുണ്ടാവും. ഈ പ്രതിഫലമല്ല, സ്വാമിയുടെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത്. കൊച്ചുണ്ണി വീണ്ടും വിനയത്തോടെ അദ്ദേഹത്തെ വണങ്ങി. ഇനി അടിയനെ മടങ്ങിപ്പോകാൻ അനുവദിച്ചാലും. കൊച്ചുണ്ണിയുടെ ആത്മാർത്ഥതയെയും അയാളുടെ പ്രത്യുപകാരത്തെയും കുറിച്ചോർത്ത് മൂത്തണ്ണാവി നിർനിമേഷനായി നിന്നുപോയി. കൊച്ചുണ്ണി വന്നതുപോലെ മടങ്ങി പോവുകയും ചെയ്തു. 3 രൂപ കൊച്ചുണ്ണിയെ ഏൽപ്പിക്കാൻ കഴിയാത്ത വിഷമത്തോടെയാണ് മൂത്തണ്ണാവി പൂമുഖത്തേക്ക് മടങ്ങിയത്. കുളി കഴിഞ്ഞ് അമ്മാവനെ തേടി പൂമുഖത്തെത്തിയ കൊച്ചുസ്വാമി അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവഭേദം കണ്ട് ചോദിച്ചു. എന്താ അമ്മാമേ, അയാൾക്ക് രൂപ കൊടുത്തില്ലേ? 5 രൂപ വേണമെന്ന് അയാൾ തർക്കിച്ചോ? നിനക്കറിയാമോ നിനക്ക് കൂട്ടുവന്നതാരാണെന്ന്? പേര് ഞാൻ ചോദിച്ചില്ല. അയാളൊരു മുസൽമാനാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. എന്നാൽ കേട്ടോളൂ, നിന്നെ സുരക്ഷിതമായി ഇവിടെ കൊണ്ടുവന്നാക്കിയത് കായംകുളം കൊച്ചുണ്ണിയ. ആ ബ്രാഹ്മണ യുവാവിന്റെ കണ്ണ് അത്ഭുതം കൊണ്ട് തള്ളിപ്പോയി. കാർത്തികപ്പള്ളിയിലെ പ്രധാന തെരുവിന് സമീപമാണ് തോമസ് കുട്ടി എന്ന സിറിയൻ ക്രിസ്ത്യാനി യുവാവ് താമസിച്ചിരുന്നത്. ദരിദ്ര കുടുംബത്തിൽ പിറന്ന അയാൾ സാധുവായ ഒരു യുവതിയെ വിവാഹം ചെയ്ത് കൂടെ താമസിപ്പിച്ചു. അയാൾക്ക് സ്ഥിര ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലവരും എന്തെങ്കിലും കൂലിപ്പണിക്ക് വിളിച്ചാൽ പോകും. കിട്ടുന്നത് കൊണ്ട് കുടുംബം പോറ്റും. കിളയ്ക്കാനും വെട്ടാനും തേങ്ങ പൊതിക്കാനും തേങ്ങ കൊപ്രയാക്കാനും ഒക്കെ പലരും അയാളെ കൂട്ടുമായിരുന്നു. ഒരു ദിവസം ഒരു നായരുടെ പുരയിടത്തിൽ നിന്ന് തേങ്ങ വെട്ടിയിട്ടപ്പോൾ അതെല്ലാം പെറുക്കി ചുമന്ന് അയാളുടെ മുറ്റത്ത് കൊണ്ടിട്ടത് തോമസ് കുട്ടിയായിരുന്നു. പണി കഴിഞ്ഞ് കൂലിയും വാങ്ങി മടങ്ങാനൊരുങ്ങിയപ്പോൾ നായർ ചോദിച്ചു, തോമസ് കുട്ടി, 25 തേങ്ങ പൊതിച്ച് മുളയ്ക്കലെ മൂപ്പിലാന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കാമോ? തേങ്ങയുടെ വിലയും വാങ്ങിക്കൊണ്ട് വരണം. തോമസ് കുട്ടി സന്തോഷത്തോടെ ആ ജോലി ഏറ്റെടുത്തു. തേങ്ങ പൊതിച്ച് കുട്ടയിലെടുത്തു. തലയിൽ വെച്ചുകൊണ്ട് തോമസ് കുട്ടി മുളയ്ക്കൽ വീട്ടിലേക്ക് നടന്നു. കൃത്യമായി കണക്കു പറഞ്ഞ് തേങ്ങയുടെ വിലയും വാങ്ങി അയാൾ നായരുടെ വീട്ടിലെത്തി. തോമസ് കുട്ടിയുടെ കൃത്യനിഷ്ഠയിലും സത്യസന്ധതയിലും നായർക്ക് തൃപ്തി തോന്നി. ചെയ്തതിനുള്ള കൂലി നൽകി. മടങ്ങാൻ ഒരുങ്ങുമ്പോൾ തോമസ് കുട്ടിക്ക് ഉള്ളിലൊരു തോന്നൽ. മുറ്റത്ത് ധാരാളം തേങ്ങ കൂട്ടിയിരിക്കുന്നു. അത് മുഴുവൻ വിൽക്കാനുള്ളതാണ്. അതിൽ കുറെ കിട്ടിയാൽ തനിക്കൊരു തൊഴിൽ ആരംഭിക്കാമായിരുന്നു. നായർ അദ്ദേഹം സമ്മതിക്കുമോ? എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് തോമസ് കുട്ടി തീരുമാനിച്ചു. എന്താ തോമസ് കുട്ടി പോകാതെ നിൽക്കുന്നത്? എന്താ നിനക്ക് വേണ്ടത്? നായർ ചോദിച്ചു. എനിക്ക് നിത്യേന തൊഴിലൊന്നുമില്ല. അങ്ങ് മനസ്സ് വെച്ചാൽ ഒരു തൊഴിലുണ്ടാകും. എങ്ങനെ? നായർ ചോദിച്ചു.
എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 100 തേങ്ങ എനിക്ക് കടം തരണം. ഇത് കൊപ്രയാക്കി വിറ്റ് ഞാൻ കടം വീട്ടിക്കൊള്ളാം. നായർ അല്പനേരം ആലോചിച്ചു. ഉറപ്പാണല്ലോ, നിന്നെ വിശ്വസിച്ച് തേങ്ങ തരാം. നിനക്കൊരു തൊഴിലാവട്ടെ. പക്ഷേ രൂപയ്ക്കായി നിന്നെ തിരക്കി നടക്കാൻ ഇടവരുത്തരുത്, നായർ പറഞ്ഞു. ഞാൻ വാക്കു പാലിച്ചുകൊള്ളാം. എന്നെ വിശ്വസിക്കാം. തോമസ് കുട്ടി ഉറപ്പ് നൽകി. നായർ അയാൾക്ക് 100 തേങ്ങ എണ്ണിക്കൊടുത്തു. തോമസ് കുട്ടി തേങ്ങ പൊതിച്ച് ചാക്കിലാക്കി വീട്ടിലെത്തിച്ചു. അയാളും ഭാര്യയും ചേർന്ന് തേങ്ങയുടച്ച് സൂര്യപ്രകാശത്തിൽ ഉണക്കി കൊപ്രയാക്കി അയാളത് ആലപ്പുഴയിൽ കൊണ്ടുപോയി വിറ്റു വില വാങ്ങി. അതുമായി നാട്ടിൽ മടങ്ങിയെത്തിയയുടൻ നായരുടെ 100 തേങ്ങയുടെ ഇടപാട് തീർത്തു. തോമസ് കുട്ടി വാക്കു പാലിച്ചതിനാൽ സന്തുഷ്ടനായ നായർ ബാക്കിയുണ്ടായിരുന്ന 500 നാളികേരം കൂടി തോമസ് കുട്ടിക്ക് കടമായി നൽകി. അയാൾ അതും കൊപ്രയാക്കി വിറ്റ് നായരുടെ തേങ്ങയുടെ വില കൊടുത്തു തീർത്തു. വിറ്റപ്പോൾ കിട്ടിയ ലാഭം കൊണ്ട് അയാൾക്ക് നിത്യവൃത്തി കഴിച്ചുകൂട്ടാനും സാധിച്ചു. തോമസ് കുട്ടി നാട്ടിലുള്ള പലരിൽ നിന്നും 500ഉം 1000ഉം അതിൽ കൂടുതലും തേങ്ങ കടമായി വാങ്ങി കൊപ്ര കച്ചവടം വിപുലമായി നടത്തി. കടം തരുന്നവർക്ക് തേങ്ങയുടെ വില കൃത്യമായി നൽകിക്കൊണ്ടിരുന്നതിനാൽ എല്ലാവർക്കും തോമസ് കുട്ടിയിൽ വിശ്വാസം വർദ്ധിച്ചു. സത്യവാനും കണിശക്കാരനുമായ തോമസ് കുട്ടിക്ക് ആ ദേശത്തുള്ളവരെല്ലാം തേങ്ങ നൽകാൻ തുടങ്ങി. ഒരു ദിവസം തോമസ് കുട്ടി ആലപ്പുഴയിൽ കൊപ്ര കൊണ്ടുപോയി തൂക്കിക്കൊടുത്ത് വിലയും വാങ്ങി നാട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. തൃക്കുന്നപ്പുഴയിലെ ഒരാളുടെ വഞ്ചി കൂലിക്കെടുത്താണ് അയാൾ കൊപ്ര കൊണ്ടുപോയത്. മടങ്ങി വരും വഴി തൃക്കുന്നപ്പുഴയിലെത്തി വഞ്ചി അതിന്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ച് ഇടപാട് തീർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിയത് കരയിലൂടെ നടന്നാണ്. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. തൃക്കുന്നപ്പുഴയിൽ നിന്ന് കാർത്തികപ്പള്ളിക്ക് 2 നാഴിക ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. തോമസ് കുട്ടിക്ക് ആ സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമായിരുന്നതിനാൽ യാത്രയ്ക്ക് വിഷമമുണ്ടായില്ല. ഇരുട്ടുണ്ടായിരുന്നെങ്കിലും വഴി തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ടുണ്ടായില്ല. തേങ്ങ വിറ്റുകിട്ടിയ പണം മടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നെങ്കിലും തോമസ് കുട്ടിക്ക് തെല്ലു ഭയം ജനിക്കാതിരുന്നില്ല. കായംകുളം കൊച്ചുണ്ണിയും കൂട്ടരും ആ ഭാഗത്ത് സാധാരണ പ്രത്യക്ഷപ്പെടാറ് പതിവില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. എങ്കിലും രാത്രിയായതുകൊണ്ടും ഏകാഗിയായതുകൊണ്ടും അവരുടെ കണ്ണിൽപ്പെട്ടാൽ ആപത്താണെന്ന ചിന്തയുണ്ടായതോടെ തോമസ് കുട്ടിയുടെ ആശങ്ക വർദ്ധിച്ചു. ഏതാണ്ട് 1 നാഴിക ദൂരം ചെന്നപ്പോൾ മരച്ചുവട്ടിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് തോമസ് കുട്ടി കണ്ടു. ഇരുട്ടുണ്ടായിരുന്നതിനാൽ അടുത്തെത്തിയപ്പോൾ മാത്രമാണ് അയാളെ കാണാൻ കഴിഞ്ഞത്. ആളെ തിരിച്ചറിഞ്ഞപ്പോൾ തോമസ് കുട്ടിയുടെ ഉള്ളൊന്ന് കാളി. മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കൊച്ചുണ്ണിയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് തോമസ് കുട്ടിയുടെ ഉള്ളൊന്ന് കാളി.